ഗൂഗിൾ നമ്മൾ റിവ്യൂസ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ അത് പബ്ലിഷ് ആവാറില്ല. ഇങ്ങനെ വരുന്നതിന് ഗൂഗിൾ തന്നെ കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ ആദ്യം നമ്മുടെ IP അഡ്രസ്സും നമ്മളെ മെയിൽ ID ഒക്കെ വെച്ച് ചെക്ക് ചെയ്യും. നമ്മൾ ഇതിന് മുൻപ് ഇതിന് റിവ്യൂ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടീംസിന് റിവ്യൂ ഇട്ടിട്ടുണ്ടോ, അത് നെഗറ്റീവ് തരത്തിലാണോ നമ്മൾ എപ്പോഴും ഇടാറ് എന്നൊക്കെ ഗൂഗിൾ നല്ല തറവായിട്ട് ചെക്ക് ചെയ്യും. രണ്ടാമതൊരു കാര്യം, നമ്മൾ നല്ലൊരു റിവ്യൂ ആണ് ഇട്ടത്, പക്ഷെ ചിലപ്പോൾ അതും വന്നിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഒരുപാട് വേർഡ്സ് ഒക്കെ വെച്ചിട്ടാവും ചിലപ്പോൾ ആ ഒരു റിവ്യൂ ക്രിയേറ്റ് ചെയ്തത്. അതിൽ ചിലപ്പോൾ പ്രൊമോഷണൽ രൂപത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും, ആ ഒരു റിവ്യൂ എടുത്തിട്ട് ഒരു സസ്പെക്ട് ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇട്ട് ചെക്ക് ചെയ്യും. അപ്പം അതും അവിടെ ബ്ലോക്ക് ആയി പോകും. മൂന്നാമത്, ചിലപ്പോൾ നിങ്ങളെ മെയിൽ ID തന്നെ ഗൂഗിൾ സസ്പെക്ട് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള മെയിൽ ID നിന്ന് വരുന്ന ഒരു റിവ്യൂസും ഗൂഗിൾ പുറത്തു വിടില്ല. കാരണം ഗൂഗിൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ID ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാവും. അപ്പം അത് ത്രൂ നിങ്ങൾ ഇടുന്ന ഒരു റിവ്യൂസും ആർക്കും കാണാൻ വേണ്ടി പറ്റില്ല. സോ ഇതുകൊണ്ടാണ് നിങ്ങൾ ഇടുന്ന റിവ്യൂസ് പലപ്പോഴായിട്ടും ഗൂഗിളിൽ കാണാത്തത്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ബയോയിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.